പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂൺ 5 വ്യാഴം 2025 വാർത്തകളിലേക്ക്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഘോഷം ദുരന്തമായി മാറി. IPLലെ ആദ്യ കിരീട നേട്ടത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഒരുക്കിയ സ്വീകരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചു. 31 പേർക്ക് പരിക്കേറ്റെന്നും 3 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ആഘോഷത്തിലേക്ക് പ്രതീക്ഷിച്ചതിലും അധികം ആളുകളെത്തിയതാണ് അപകടത്തിന് കാരണം. മഴ പെയ്തോടെ ആളുകൾ തുറന്ന പ്രദേശത്തു നിന്ന് മാറാൻ തുടങ്ങിയതും ആളുകളെ ഒരുമിച്ച് നീങ്ങിയതും വലിയ അപകടത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരമാവധി 35,000 ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാനാകുക എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി വന്നത് 3 ലക്ഷത്തോളം ആളുകളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ബംഗളൂരു നഗരത്തിൽ ലഭ്യമായ മുഴുവൻ പോലീസ് സേനയും വിന്യസിച്ചിരുന്നുവെന്നും തീർച്ചയായും ഈ ദുരന്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സയും കർണാടക സർക്കാർ നൽകുമെന്നും സിദ്ധരാമയ്യ അറിയിച്ചു. 11 പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കർണാടക സർക്കാർ. ദുരന്തം ഉണ്ടായത് എങ്ങനെ എന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തും തിക്കും തിരക്കിലും ഉണ്ടായ ദുരന്തത്തിനിടയിൽ IPL ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷ പരിപാടി തുറന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. എന്നാൽ പുറത്തു കടന്ന ദുരന്തം അകത്തുണ്ടായെന്ന് സംഘാടകർ അറിഞ്ഞില്ലെന്നാണ് IPL ചെയർമാൻ അരുൺ ധുമൽ പറയുന്നത്. കേരളം ഒന്നായി കാത്തിരിക്കുന്ന ദേശീയപാത 66 2026 പുതുവർഷ സമ്മാനമെന്ന് പ്രഖ്യാപിച്ചു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. 2025 ഡിസംബറിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ദില്ലിയിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കുരിയാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന കുടുംബശ്രീയോടൊപ്പമായിരിക്കും മലയാളികൾ ഓണം ആഘോഷിക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ്. കുടുംബശ്രീയുടെ ഓണക്കനി പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടുകാലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തിന് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നടപ്പാക്കുക പദ്ധതിയാണ് ഓണക്കനി. ഇത്തവണ ഓണത്തിന് കുടുംബശ്രീ കർഷകർ മുഖേന 10,272 ഹെക്ടർ ഭൂമിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലക്ഷദ്വീപിലെ കുട്ടികൾ അവരുടെ മാതൃഭാഷ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മാതൃഭാഷ അറബി, മഹൽ ഭാഷ എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീക്കം ചെയ്യാനുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമീപകാല തീരുമാനം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും അതിനെ ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് വ്യാപനം തുടർന്നാൽ അനാവശ്യ ആശങ്ക വേണ്ടതില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഒമിക്രോൺ, JN.1, LF.1 എന്നീ വകഭേദങ്ങളാണ് താരതമ്യേന ഗുരുതരമല്ലാത്ത ലക്ഷണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും ചുരുങ്ങിയ ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ മാത്രമേ ഇവയ്ക്ക് ഉണ്ടാകുകയുള്ളൂവെന്നും IMA പറഞ്ഞു. ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് ആക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിൻ്റെ പ്രസ്താവന സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്ക് ഏറ്റവും സഹായമായി സർക്കാർ നൽകുന്നതാണ് ക്ഷേമ പെൻഷൻ. പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ AIC ജനറൽ സെക്രട്ടറി കൂടിയായ വേണുഗോപാൽ തയ്യാറാകണമെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ള തുടർ നടപടികളെ ചൊല്ലി വീണ്ടും വിവാദം. റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പാർവതി തിരുവോത്തിനെ ഭാഗ്യലക്ഷ്മിയും മാലാ പാർവതിയും വിമർശിച്ചു. അന്വേഷണ സംഘവുമായി സഹകരിക്കാത്ത പാർവതി സർക്കാർ വിമർശിച്ചത് ന്യായമായില്ലെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം. റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. അണികളും നേതാക്കളും ഇത്രയും ആവശ്യത്തിൽ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. അൻവർ ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനെ അഭിനന്ദിച്ച് വിക്ടോറിയൽ പാർലമെന്റ് സമിതി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി സെക്രട്ടറിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് സമിതി കേരളത്തിൻ്റെ ആരോഗ്യമേഖലയും പ്രത്യേകിച്ച് ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനെയും അഭിനന്ദിച്ച് ഈ ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ മഹത്തരമെന്നും അവർ അഭിപ്രായപ്പെട്ടു. പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന കുടുംബത്തിന് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് വനം വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താമെന്ന് സർക്കാർ ഉത്തരവ് വ്യാപകമായ അനധികൃത ചുങ്കപ്പിരിവിന് വഴിയൊരുക്കുമെന്നും സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കുമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇത് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന ഒന്നാണെന്ന് ഈ ഉത്തരവുമായി അടിയന്തരമായി പിൻവലിക്കണം. ഇല്ലാത്ത പക്ഷം ഓരോ ആവശ്യങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്ന സാധാരണക്കാർ അനുമതിയോടുള്ള വൻ ചൂഷണത്തിനും പിരിവിനും വിധേയരാകേണ്ടി വരുമെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് വിഭജനം സംബന്ധിച്ച് കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള സമയം ജൂൺ 11 വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA രംഗത്ത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിലിമിനേറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ KPCC അധ്യക്ഷന് കത്ത് നൽകി. നവ അഭിഭാഷകന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ബാർ കൗൺസിൽ. എൻറോൾമെന്റിനോട് അനുബന്ധിച്ച് ഇറക്കിയ റീൽസിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തതാണ് നടപടി. കാരണം ഇത് ചട്ടവിരുദ്ധമെന്ന് കാണിച്ച് ബാർ കൗൺസിൽ നടപടി. അഭിഭാഷകനായ മുഹമ്മദ് ഫായിസ് എന്നയാൾക്കെതിരെയാണ് ബാർ കൗൺസിലിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാവിരുദ്ധരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി. കണ്ണൂരിലെ ചെങ്ങാളായി ചുഴലിക്കാവുമ്പായി റോഡിൽ ഗർത്തം രൂപപ്പെട്ട് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് വിദഗ്ധ സംഘം സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം സ്ഥിരീകരിച്ചത്. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി അധ്യാപിക മരിച്ചു. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപിക സിന്തോൾ ആണ് മരിച്ചത്. ഫയർഫോഴ്സും പോലീസും പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് നിലമ്പൂർ കോട്ടയം പാസിൽ നിന്ന് അധ്യാപിക ചാലക്കുടി പുഴയിലേക്ക് ചാടിയത്. ലോകത്തെ 162 രാജ്യങ്ങളിൽ നിന്നെത്തിയ 19 ലക്ഷം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഹജ്ജിന് തുടക്കമായി. തീർത്ഥാടകരെല്ലാം മിനായിലെത്തി. ഇന്ന് നടക്കുന്ന ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുനാ നദിയിൽ കുളിക്കാനിറങ്ങിയ 6 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് 2027 മാർച്ച് 1 മുതൽ നടക്കും. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് പിടിയിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധം പഞ്ചാബ് പോലീസ്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പരിധിയിൽ വരുന്നതല്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അലഹബാദ് ഹൈക്കോടതി. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തീയതി പ്രഖ്യാപിച്ച സർക്കാർ എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാമെന്നും വ്യക്തമാക്കി. ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിനിടയിലും പാകിസ്ഥാന്റെ $800 ദശലക്ഷം സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇന്ത്യ കീഴടങ്ങിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യദ്രോഹമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും താരിഫ് 50% വർദ്ധിപ്പിച്ചത് അന്യായമാണെന്നും പുതിയ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം. എന്നാൽ കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരിക്കില്ല മെക്സിക്കോയുടെ പ്രതികരണമെന്നും ഷെയ്ൻബോം വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ വിമർശിച്ച് ഇലോൺ മാസ്ക് വളരെ അപകടകരമായ ധനനയമാണെന്ന് മാസ്ക് പറഞ്ഞു. ഇത് നടപ്പാക്കിയാൽ പലിശ അടയ്ക്കാൻ മാത്രമേ പണം ഉണ്ടാകൂ, മറ്റൊന്നിനും പണം ഉണ്ടാകില്ല എന്ന് മാസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്കിന് ഈ മാസം പകുതിയോടെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള ലൈസൻസ് ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇതിനായി 1.6 കോടി രൂപ തിരികെ ലഭിക്കാത്ത ഫീസായി കമ്പനി നൽകും. ഇന്ത്യയിലുടനീള സേവനങ്ങൾ നൽകാൻ കമ്പനിയെ അനുവദിക്കുന്നതാണ് ലൈസൻസ്. സുരേഷ് ഗോപി നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.